നാരായണ 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 നാരായണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യം നമഃ. വാഗീശാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം ഗം ഗണപതയേ നമഃ. സംസരസ്വതീ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരം ആശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ പരിപാവനമായ വൃന്ദാവന ലീലകളെയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാസലീല അഥവാ രാസപഞ്ചാധ്യായി എന്ന പ്രകരണത്തെ ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചു. സർവവിധത്തിലും പരമാത്മാവായ പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ സ്വന്തമാക്കാൻ ഓരോ ജീവനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലോകത്തിൽ സദാസമയവും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് രസം, ആനന്ദം, സുഖം ഇതാണ്. ആ ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ളതായ പല കർമ്മങ്ങളും കൂടുതൽ കൂടുതൽ പ്രാരബ്ധത്തിലേക്ക്, ദുഃഖത്തിലേക്ക് നമ്മളെ വലിച്ചിടുമ്പോൾ നിത്യമായ രസം, നിത്യമായ ആനന്ദം അത് നിത്യസത്യസ്വരൂപനായ ഭഗവാനിൽ മാത്രമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു വൃന്ദാവനത്തിലെ സാധാരണക്കാരായ ഗോപഗോപീ സമൂഹം. സർവവിധത്തിലും ബ്രഹ്മാദിദേവന്മാർ പോലും സ്തുതിച്ചു. അഹോഭാഗ്യം, അഹോഭാഗ്യം. എന്തൊരു ഭാഗ്യമാണ് ഈ വ്രജവാസികൾക്ക്. എൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. യാതൊരു പരബ്രഹ്മത്തെ, പരമാത്മാവിനെ അന്വേഷിച്ച യോഗീശ്വരന്മാർ പോലും ഇവിടെ കഠിനമായ സാധനകൾ അനുഷ്ഠിക്കുന്നുവോ അങ്ങനെയുള്ള ആ പരമാത്മാവിനെ, പരബ്രഹ്മത്തെ കൂട്ടുകാരനായിട്ടും പുത്രനായിട്ടും പലവിധത്തിൽ ആസ്വദിക്കാൻ, ആശ്രയിക്കാൻ ഇവർക്ക് സാധിക്കുന്നുവല്ലോ. അതുകൊണ്ട് വൃന്ദാവനത്തിലെ ഈ ഗോപികമാരുടെ കാൽപ്പൊടികളെ ശിരസിൽ ധരിക്കാൻ ഒരു പുല്ലായിട്ടെങ്കിലും ജന്മം തരണേ എന്ന് ബ്രഹ്മാദികൾ പ്രാർത്ഥിക്കുന്ന രംഗം. ഇവിടെയാണ് ഈ ഗോപികമാർ എന്ത് യോഗ സാധനയാണ് ചെയ്തത്. ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാൻ ആ പരബ്രഹ്മത്തിലേക്ക്, പരമാത്മാവിലേക്ക് ലക്ഷ്യമായി നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പലവിധ യോഗോപാസനകൾ, കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, സാഖ്യയോഗം തുടങ്ങി പല യോഗ പദ്ധതികളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള യോഗ പദ്ധതികളെക്കുറിച്ചും അറിവില്ലാത്തവരാണ് ഗോപികമാർ. ആ ഗോപികമാരുടെ മുൻപിൽ രാസലീല എന്നുള്ളതായ ഒരു രംഗം കഴിയുമ്പോഴേക്കും ബ്രഹ്മാദിദേവന്മാർ വന്ന് നമസ്കരിച്ചു. ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ. ബ്രഹ്മശങ്കരാദികൾ പോലും മോഹിച്ചുപോയി. ഈ കൃഷ്ണനെ ഇങ്ങനെ സ്വന്തമായി ഗോപികമാർക്ക് കിട്ടിയപ്പോൾ എവിടെയാണ്, എന്താണ് ഇവർ ചെയ്ത ഉപാസന എന്നാണെങ്കിൽ അവിടെയാണ് ഹൃദയമപി മുഷിത്വാ
അവരുടെ ഹൃദയത്തെ ഭഗവാൻ കവർന്നു. എങ്ങനെയാ കവർന്നത്? അതിസുന്ദരമായ തൻ്റെ ബാലലീലകളിൽ കൂടിയിട്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ബാലലീലകൾ, കൃഷ്ണാവതാര ലീലകളെ സമർപ്പിക്കുന്നതായ ഏകാദശ സ്കന്ധത്തിൽ ശ്രീശുഖബ്രഹ്മ പറയുന്നുണ്ട്, ഇത്തം ഹരേർ ഭഗവതോ രുചിരാവതാരവീര്യാണി ബാലചരിതാനി ച. ഇത്രയും ദിവസങ്ങൾ ഇവിടെ പാടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞ് ഒന്നുകൂടി എടുത്തു പറഞ്ഞു ബാലചരിതാനി, പ്രത്യേകിച്ച് ബാലലീലകൾ എന്നു മാത്രമല്ല, ഭാഗവതത്തിൽ എത്ര രംഗങ്ങളിൽ ഈ ഒരു ബാലലീലയുടെ മാധുര്യം നമുക്ക് കാണാം. ശ്രീനാരദ മഹർഷി പറയുന്നുണ്ട്, സജ്ജനങ്ങൾ പാടിത്തന്ന കൃഷ്ണകഥ, മനോഹരമായ ആ കൃഷ്ണകഥകൾ കേട്ടിട്ടാണ് എനിക്ക് ഭഗവാനിലേക്ക് പരമപ്രേമം ഉണർന്നത്. കുന്തിദേവി എന്നുള്ളതായ ഒരമ്മ തൻ്റെ ഹൃദയത്തിൽ ചേർത്തുവച്ച ഭഗവാന്റെ ബാലലീലയുടെ ഒരു ചിത്രം നമുക്ക് ഭംഗിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തിന്? യോഗ പദ്ധതികളെ ഉപദേശിക്കുന്ന മഹർഷി കപിലാചാര്യ, സാംഖ്യയോഗത്തിൻ്റെ പരമാചാര്യനായ കപിലവാസുദേവൻ പോലും സമ്മതിച്ചു. സന്തം വയസി കൈശോരേ ഭൃത്യാനുഗ്രഹകാതരം. എന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം, ഇരിക്കുന്നതായിട്ടോ കിടക്കുന്നതായിട്ടോ നിൽക്കുന്നതായിട്ടോ ഏത് വിധത്തിൽ വേണമെങ്കിലും ധ്യാനിക്കാം. എങ്കിലും ഏതൊരാൾക്കും ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ, ധ്യാനിക്കാൻ പറ്റുന്നത് എൻ്റെ കൈശോരഭാവമാണ്. അങ്ങനെയുള്ള ആ കൃഷ്ണലീലകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ബാലലീല പ്രകരണത്തിൽ ഭഗവാന്റെ ദാമോദരലീല, ഉലൂഖലബന്ധനം എന്ന ഒരു പ്രകരണമാണ് ഇപ്പോൾ നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധസ്വയം ദധി. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുൻപിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിസുന്ദരമായ അമ്പാടിയിലെ ലീലകൾ പാടിക്കൊണ്ട് ഇരിക്കുന്നു ശുഖബ്രഹ്മർഷി. വെണ്ണകെട്ടും പാലുകെട്ടും ഗോപികമാര് യശോദയുടെ മുൻപിൽ വന്ന് പരാതി പറയുന്ന രംഗങ്ങളും, ഗോപികമാര് തന്നെക്കുറിച്ച് പരാതി പറയുമ്പോൾ അവരുടെ നേരെ ഭഗവാൻ കാണിക്കുന്നതായ ആ കണ്ണുകൊണ്ടുള്ള വികൃതി, ഇതൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ നേതൃത്വത്തിൽ ബലരാമൻ വന്ന് കൃഷ്ണൻ മണ്ണ് തിന്നു എന്നൊരു പരാതി പറഞ്ഞു. ചോദ്യം ചെയ്യാൻ ഒരു തരി മണ്ണ് വായയിലുണ്ടെങ്കിലൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് വായ തുറക്കാൻ ആവശ്യപ്പെടുന്നതും, ഒരു തരി മണ്ണ് കാണാൻ ആ വായയിലേക്ക് നോക്കിയതായ യശോദയ്ക്ക് പറ്റുന്നിടത്തോളം മണ്ണും പിണ്ണും ഭഗവാൻ കാട്ടിക്കൊടുത്തു. കിം സ്വപ്ന, തൻ്റെ കുട്ടിക്ക് വല്ല ഭൂതബാധയുണ്ടായതാണോ? അല്ല, ഞാൻ സ്വപ്നം കാണുകയാണോ? എന്താ സംഭവിച്ചതെന്നറിയാതെ യശോദാദേവി മോഹാലസ്യപ്പെട്ട് വീഴാൻ വേണ്ടി ഭാവിക്കുമ്പോഴേക്കും പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മയുടെ മടിയിലേക്ക് കയറി സാരി പിടിച്ചു മാറ്റി, എനിക്ക് പാല് തരൂ എന്ന് ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞതും കണ്ട കാഴ്ചകളെല്ലാം മറന്ന് ആ സച്ചിദാനന്ദ ബ്രഹ്മത്തെ തൻ്റെ മാറോട് ചേർത്തു ധന്യധന്യയായ യശോദ എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കണത്, അല്ല നന്ദക്കിമകരോൽബ്രഹ്മൻ, ഈ നന്ദഗോപരും യശോദയും എന്ത് പുണ്യം ചെയ്തു അല്ലേ? തമിഴിലൊരു കീർത്തനല്ലേ, എന്നെ തപം ചെയ്തനേ യശോദ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഭഗവാൻ അല്ലേ, നമ്മളൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾക്കാരാ. ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂരേക്ക് പോണു, പത്മനാഭസ്വാമിയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോണു, ശ്രീനിവാസനെ കാണാൻ തിരുമലയ്ക്ക് പോണു.
അങ്ങനെ നമ്മളൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ രാവിലെ കണ്ണ് തുറന്നാൽ ഭഗവാൻ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ആരെ? യശോദയെ. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിൽക്കുന്നതായ ആ പരബ്രഹ്മം അമ്മേന്ന് വിളിച്ചുകൊണ്ട് യശോദയുടെ സാരിത്തുമ്പിൽ യശോദയുടെ പിറകെ നടന്നു എന്നുണ്ടെങ്കിൽ, എല്ലാവരും അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്ന ഭഗവാൻ ഇങ്ങോട്ടേക്ക് ആ അമ്മയുടെ പിറകെ വന്നു എന്നുണ്ടെങ്കിൽ, യശോദയും നന്ദഗോപരും ചെയ്ത ഭാഗ്യം അത് ചെറുതല്ല. എന്ത് പുണ്യമാവർ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണ് പണ്ട് അഷ്ടവസുക്കളിൽപ്പെട്ടതായ ദ്രോണനും ധരയും ബ്രഹ്മാവിനെ തപസ് ചെയ്തു എന്നും ഭഗവാനെ പുത്രഭാവത്തിൽ കാണണം മനസ്സിൽ, അതിനൊരു ഭാഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അച്ഛനമ്മമാരെ സംബന്ധിച്ച് കുട്ടികളെ ഏറ്റവും സന്തോഷത്തിൽ കാണുന്ന സമയം അവരുടെ ബാലലീലകളാണ്. അതുകൊണ്ട് ഭഗവാൻ അവർക്കായിട്ട് ഈ ബാലലീലകളെ മാറ്റിവെച്ചു എന്ന് സൂചിപ്പിച്ചു. അപ്പം ഇതുവരെ പാടിയതൊക്കെ ഗോപികമാർക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹത്തിൻ്റെ കഥയാണ്. ഗോപികമാർക്ക് ഭഗവാൻ ഇത്ര ആനന്ദം കൊടുത്തു വെച്ചാൽ യശോദയ്ക്ക് എത്ര ആനന്ദം കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ഗോപീ പ്രസാദോ നാമ, അങ്ങനെ യശോദയിൽ ഭഗവാൻ പ്രസാദിച്ച ഒരു ചരിതമാണ് ഉലൂഖലബന്ധനം. നേരത്തെ ഇവിടെ ബാലലീല പറയുന്ന സമയത്ത് സൂചിപ്പിച്ചുവല്ലോ, ദാസികൾ 10-32 ആൾക്കാർ ഒപ്പുണ്ടെന്ന്. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി. ഒരിക്കൽ ഈ ഗൃഹദാസികളെല്ലാവരും ലീവെടുത്തു. എല്ലാവരും അങ്ങ് പോയപ്പോൾ എന്തായെന്ന് വെച്ചാൽ യശോദയ്ക്ക് അന്നത്തെ ദിവസം കൂടുതൽ ജോലിയായി. കൃഷ്ണൻ ഉണർന്ന് എഴുന്നേൽക്കുന്നതേയുള്ളൂ, അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറേ ജോലിയുണ്ട്. ഇവൻ ഉണർന്നാൽ നേരത്തെ പറഞ്ഞില്ലേ, ഗൃഹ്യാണി കർത്തുമപി എത്ര ന തജ്ജനന്യോ ശേകാത ആപതുരലം മനസ്സോനവസ്ഥാം. ഉണർന്നാൽ പിന്നെ വേറെ ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് ഉണരുന്നതിന് മുമ്പേ യശോദ പരമാവധി എല്ലാ പണിയും കൂടി ഒപ്പം ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അടുപ്പിൽ പാല് കാച്ചാൻ വച്ചു, ഒരു ഭാഗത്ത് തൈര് വച്ച് ആ തൈര് കടയുന്നതായ രംഗം. അപ്പം യശോദ തൈര് കടയുന്നതിൻ്റെ ഒരു ചിത്രം ഭാഗവതത്തിൽ തന്നിട്ടുണ്ട്. ക്ഷൗമം വാസപ്രഥുകട്ടിതടേ ബിഭ്രതി സൂത്രനർത്ഥം പുത്രസ്നേഹസ്നുതകുചയുകം ജാതകമ്പം ച സുഭ്രൂ രജ്വാകർഷശ്രമഭുജചലൽ കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്ത്രം കബരവികളൻ മാലതീ നിർമ്മമന്ധ. ക്ഷൗമം വാസ, നല്ല തടിയുണ്ടത്രേ യശോദയ്ക്ക്. എങ്ങനെ തടിച്ചത്? പാലും മണ്ണയൊക്കെ നല്ലോണം കഴിച്ചിട്ടാണോ? ഭക്ഷണം നല്ലോണം കഴിച്ചിട്ടാണോ? അല്ല, മനസ്സിൽ അത്ര സന്തോഷമാണ് യശോദയ്ക്ക് അല്ലേ. മനസ്സിന് സന്തോഷമില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് അത് പിടിക്കില്ലേ. അപ്പം യശോദയ്ക്കിപ്പോൾ ഭഗവാനെ പുത്രനായി കിട്ടിയതോടെ എപ്പോഴും സന്തോഷമാണ്. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതായ യശോദ നല്ല തടിയുണ്ട്. പുത്രസ്നേഹസ്നുതകുചയുകം, കൃഷ്ണനെ കാണണം എന്നില്ലാന്ന്. കറുത്ത കാറൊന്നുയരുന്നു കണ്ടാൽ, കാർമേഘം കണ്ടാൽ അപ്പോഴേക്കും ചുരന്നു പോകുന്നതായ സ്ഥലങ്ങളാണത്ര യശോദയ്ക്ക്. അത്ര വാത്സല്യം. അങ്ങനെ സദാസമയവും ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യശോദ കയ്യിൽ നിറയെ വളകളിട്ടിട്ടുണ്ട്, വലിയ 2 കുണ്ടലങ്ങൾ ചെവിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്, പറ്റുന്നിടത്തോളം മാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്, തലയിൽ നല്ല മല്ലിക കൊണ്ടുള്ളതായ പൂ വച്ചിട്ടുള്ള മാല വച്ച് ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ അതിസുന്ദരിയായിരിക്കുന്ന ആ യശോദ എന്ന അമ്മയുടെ ഒരു ചിത്രം പോരാ, നല്ല പാട്ടുകാരിയാണത്ര ഈ യശോദ. പക്ഷെ സിനിമാ പാട്ടൊന്നല്ല പാടുക. യാനി യാനീക ഗീതാനി തൽബാലചരിതാനി ച ദതി നിർമന്ധനേ കാലേ സ്മരന്തി താന്യഗായത.
ഈ ഗോപികമാരുടെ ഇടയിൽ ചില കവികളുണ്ടത്രേ. അവർ ഈ കൃഷ്ണനെക്കുറിച്ച് ചില പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുണ്ടാക്കിയ പാട്ടുകളൊക്കെ യശോദയുടെ മുമ്പിൽ വന്ന് പാടി കേൾപ്പിക്കും. അതിൽ ചില പാട്ടുകളൊക്കെ യശോദ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് കടയുന്ന സമയത്ത് കൃഷ്ണനെക്കുറിച്ചിട്ടുള്ളതായ നല്ല നല്ല കീർത്തനങ്ങളെ പാടിക്കൊണ്ടാണ് യശോദ തൈര് കടയുന്നത്. ഇപ്പം എന്താ, യശോദയുടെ നല്ല സംഗീതം, പിറകിൽ ഈ വളകളങ്ങനെ കൂട്ടിമുട്ടുന്നതായ ശബ്ദം, തൈര് കടയുന്ന കടകടാ കടകട എന്നുള്ളതായ ആ പക്കമേളം ഒക്കെ കൂടി നല്ലൊരു സുപ്രഭാതം കേൾക്കണത് പോലെ ഭഗവാന്റെ കാതുകളിലേക്ക് അമ്മയുടെ ഈ കീർത്തനം അങ്ങനെ വന്ന് പതിച്ചു. താമര കണ്ണുകൾ അവിടെ തുറന്നു. സ്വതവേ കണ്ണു തുറക്കുമ്പോഴേക്കും മുൻപിൽ ആദ്യം കാണുന്നത് യശോദയുടെ മുഖമാണ് അല്ലേ. അഷ്ടമംഗല്യം മുൻപിൽ പിടിച്ചു. അഷ്ടമംഗല്യം മുൻപിൽ പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെയാണ് എല്ലാ ദിവസവും കണി കാണാറ്. പക്ഷേ ഇന്ന് കണ്ണു തുറന്നപ്പോൾ അമ്മയില്ല. പാട്ട് കേൾക്കുന്നുണ്ട്, തൈര് കടയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ആദ്യം ആലോചിച്ചു, അമ്മേന്നങ്ങ് നിലവിളിച്ചാലോ. പിന്നെ തോന്നി വേണ്ട, ഒരു ജോലി എടുക്കുന്നതിനിടയിൽ ഒരു ബുദ്ധിമുട്ടാവണ്ട. പതുക്കെ ആ കിടക്കുന്ന സ്ഥലത്തുനിന്ന് തപ്പി 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 നോക്കണുണ്ട്. എന്താ തപ്പുന്നതെന്ന് വെച്ചാൽ ഒരോടക്കുഴലുണ്ടായിരുന്നു അല്ലേ. ആദ്യം കണ്ണു തുറന്നാൽ ആദ്യം തപ്പി നോക്കണ സാധനം ഇതാ, ഓടക്കുഴൽ. ഗോപികമാരൊക്കെ പറയുന്നുണ്ട്, എന്തു ഭാഗ്യം ചെയ്തു ആ ഓടക്കുഴൽ അല്ലേ. പൊള്ളയായ ഒരു കാട്ടോടക്കമ്പാണെങ്കിലും ഒന്നുകിലും മടിയിൽ, അല്ലെങ്കിൽ കയ്യിൽ, അല്ലെങ്കിൽ അരയിൽ ഇങ്ങനെ താഴെ വയ്ക്കാതെ ഭഗവാൻ ഓമനിക്കണുണ്ടല്ലോ. ഓടക്കുഴലൊക്കെ തപ്പി തപ്പി കിട്ടി ഓടക്കുഴൽ. അവിടുന്ന് എഴുന്നേറ്റ് ഓടക്കുഴൽ തൻ്റെ അരമണിയുടെ ഇടയിലേക്ക് തിരികെ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് സങ്കടമായത്. എന്തേ, അരമണിയുടെ ഉള്ളിലേക്ക് ഓടക്കുഴൽ ഇടുമ്പോഴേക്കും അത് താഴേക്ക് ഊർന്നു പോയി. എന്താ വെച്ചാൽ വയറൊക്കെ ഒട്ടിയിട്ടുണ്ട്, അരമണിയൊക്കെ വല്ലാണ്ട് കിഴിഞ്ഞിട്ടുണ്ട്. ഒട്ടിയ വയറ് കണ്ടപ്പോൾ വിശപ്പ് തുടങ്ങി. ഇതുവരെ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല, വയറ് കണ്ടപ്പോഴാണ് വിശപ്പ് തുടങ്ങിയത്. പതുക്കെ അമ്മയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ യശോദ തൈര് കടയുന്ന ആ മുറിയിലേക്ക് എത്തണമെങ്കിൽ അവിടെ വലിയൊരു പടിയുണ്ട്, നല്ല ഉയരമുള്ളൊരു പടി. ഒരു പടി കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. ഇതിന് അത്രയൊന്നും ഉയരവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പതുക്കെ അവിടെ പോയി ആ പടിയുടെ അടുത്ത് പോയി മുറുക്ക പിടിച്ചു. ഒരു കാല്, കുഞ്ഞിക്കാല് പതുക്കെ പൊന്തിച്ചു. എത്തുമോ നോക്കി, എത്തുന്നില്ല, താഴേക്ക്. മറ്റേ കാല് പതുക്കെ പൊന്തിച്ചു നോക്കി, എത്തുമോ നോക്കണുണ്ട് അല്ലേ. പണ്ട് കാല് പൊക്കിയപ്പോൾ അങ്ങ് ബ്രഹ്മാണ്ടം ഭേദിച്ച് പോയ സാധന. പക്ഷേ ഇപ്പോൾ ഈ ഒരു ചെറിയ പടി കടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ യശോദ ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട്. പടിയുടെ അപ്പുറത്തുനിന്ന് ഒരു മയിൽപ്പീലി ഇങ്ങനെ ഉയരുന്നു, താഴ്ന്നു പോണു. പിന്നെ മയിൽപ്പീലി, അതിൻ്റെ പിറകിലൊരു ഗോപിക്കുറി താഴ്ന്നു പോണു. പിന്നെ മയിൽപ്പീലി, ഒരു ഗോപിക്കുറി, രണ്ട് ഉണ്ട കണ്ണുകൾ ഇങ്ങനെ എത്തി തന്നെ നോക്കുന്നുണ്ട്, താഴ്ന്നു പോണുണ്ട്. വേണ്ടതിപ്പോൾ എന്താ വെച്ചാൽ കണ്ണാന്ന് വിളിച്ച് വേഗം പോയി എടുക്കുക വേണ്ടത്. പക്ഷേ എടുത്താൽ പിന്നെ തൻ്റെ പണിയൊന്നും നടക്കില്ല. കുറച്ച് സമയം അപ്പുറത്ത്, പടിയുടെ അപ്പുറത്ത് കളിക്കട്ടെ, ഇങ്ങോട്ട് വരുമ്പോൾ അപ്പം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഒടുക്കം എങ്ങനെയൊക്കെയോ കൂടി പടി കടന്ന് പുറത്തേക്കെത്തി. അവിടുന്ന് അമ്മയുടെ മുൻപിലേക്ക് ഒരു വരവുണ്ട് അല്ലേ. ഊരി വീണവള പട്ടുകോണവും വാരിജാഭയെഴുതുന്നൊരക്ഷിയും. യശോദയ്ക്ക് അല്ലേ ഭഗവാന്റെ ഒരു നിർമാല്യ ദർശനം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ നിർമാല്യം കാണാൻ തലേ ദിവസം പോയി സീറ്റ് പിടിക്കുക ആൾക്കാർ. നമുക്ക് കാണാം, പോലീസ് അവിടുത്തെ ഗാർഡുമാർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും പിടിച്ച് നടക്കുന്നത് കാണാം. ഈ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ബോർഡും പിടിച്ച് നടക്കുന്നവൻ്റെ പിറകിലൊരു 500 എണ്ണം ഉണ്ടാവും.
അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അവരിന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരൊക്കെ അവിടെയുള്ള ബെഞ്ചിൻ്റെ മുകളിലോ ഒക്കെ ബാഗും ഒക്കെ വെച്ചിരിക്കണത് കാണാം, കുറേ സഞ്ചികൾ. ഇതെന്തിനാ അറിയോ? നിർമാല്യം കാണാൻ വേണ്ടിയിട്ടാണ്, ഗുരുവായൂരപ്പൻ്റെ നിർമാല്യം. എന്നാൽ യശോദയ്ക്ക് ഇങ്ങനെ ക്യൂ നിൽക്കൊന്നും വേണ്ട. യശോദയുടെ അടുത്തേക്ക് നിർമാല്യം കാണിക്കാൻ ഭഗവാൻ ഇറങ്ങി വരിക. ഊരി വീണവള പട്ടുകോണവും, തലേനാൾ ചീകി കെട്ടിവച്ചതായ തലമുടിയൊക്കെ അഴിഞ്ഞിട്ടുണ്ട്. ഭംഗിയായിട്ടൊരു മയിൽപ്പീലി കുത്തിവെച്ചിരുന്നു. ആ മയിൽപ്പീലി അവിടെ നിന്ന് ഊർന്ന് മുടിയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഗോപിക്കുറിയൊക്കെ കുറേ മാഞ്ഞു പോയിട്ടുണ്ട്, പോരാ, ഭംഗിയായിട്ട് കൺമഷി കണ്ണെഴുതിച്ചിട്ടുണ്ട്. ആ കൺമഷി മുഖം മുഴുവൻ തേച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് തൻ്റെ കണ്ണ് കുത്തി കുത്തി അങ്ങനെ തിരുമ്മിക്കൊണ്ട്, മറുകൈ കൊണ്ട് ഈ അഴിഞ്ഞു പോകുന്ന അരഞ്ഞാണ് പിടിച്ച് വലിച്ച് കയറ്റിക്കൊണ്ടാണ് യശോദയുടെ അടുത്തേക്ക് വരവ്. പട്ടുകോണകത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോഴാണ് ചിരി വന്നത്. എന്താ വെച്ചാൽ അത് വേണ്ട സ്ഥലത്ത് നിന്ന് അഴിഞ്ഞിട്ടുണ്ട്, പിറകിൽ വാലുപോലെ തൂങ്ങി ആ പട്ടുകോണകവും വലിച്ചോണ്ടാണ് വരുന്നത്. ഒരു കാലിൽ മാത്രം ചെലമ്പിട്ടിട്ടുണ്ട്, മറ്റേ പാദസരം അത് കിടക്കപ്പായയിൽ അഴിഞ്ഞു വീണിട്ടുണ്ട്. നേരെ വന്നു. യശോദയ്ക്ക് തോന്നി കണ്ടൂന്ന് നടിച്ചാൽ കുഴപ്പമില്ലേ. ചെറിയ കുട്ടികളൊക്കെ അവരിപ്പോൾ നമ്മൾ കണ്ടൂന്ന് നടിച്ചാൽ പിന്നെ അവർക്ക് വലിയ ഡിമാൻഡാവും അല്ലേ. ഇപ്പോൾ ഒരു കുട്ടി ഇതിൽ കൂടി ഓടുമ്പോൾ തട്ടി വീണു എന്ന് വിചാരിക്കുക, അയ്യോ മോനെ എന്നും പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടാൽ അപ്പം ഇവൻ കരയാൻ തുടങ്ങും. നമ്മൾ കാണാത്ത ഭാവത്തിൽ നിന്നാലോ പൊടിയും തട്ടി പോവുകയും ചെയ്യും. അപ്പം യശോദയ്ക്ക് തോന്നി ഇവനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പണിയൊന്നും നടക്കില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കണ്ടില്ല എന്നടിക്കാം. യശോദ പാട്ടുപാടിക്കൊണ്ട് തൈരങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കണു. പതുക്കെ വന്ന് യശോദയുടെ പിറകിൽ നല്ല വീതിയുണ്ട്, ശരീരം നല്ല തടിയുണ്ടല്ലോ, ആ പുറത്ത് അവിടെ ചാരി അവിടെ കിടന്നു. ഇപ്പം നല്ല സുഖമുണ്ട്. എന്തേ അമ്മ ഇങ്ങനെ പാട്ടുപാടുന്നു, ആടുന്നു. ആ യശോദയുടെ പിറകിൽ കൂടി വന്ന് യശോദയുടെ കഴുത്തിൽ കൂടി കൈയങ്ങനെ ചേർത്ത് അമ്മയുടെ കവിളിലേക്ക് തൻ്റെ മുഖം ചേർത്ത് പിടിച്ച് മുറുക്കി 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 അങ്ങ് കെട്ടിപ്പിടിച്ചു. യശോദ മൈൻഡാക്കിയില്ല. പതുക്കെ അവിടെ നിന്ന് വന്ന് ആ കയറവിടെ പിടിച്ചു. ആ കയറ് പിടിച്ചാൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാ നോക്കുമ്പോൾ കയറ് പിടിച്ചപ്പോഴും യശോദ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി കയറ് പിടിച്ചാലൊന്നും കാര്യമില്ല. അപ്പോഴാണ് ഗൃഹീത്വ ദധിമന്ധാനം, ആ കടകോല് പിടിച്ചു. ഇനി ഇത് വലിച്ചിട്ട് കാര്യമില്ല, അനങ്ങില്ല. കടകോല് പിടിച്ച് അമ്മയുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി ഇനി ഇവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്താലേ കാര്യമുള്ളൂ. വേഗെടുത്ത് തമം കമാരൂഢമപായയൽ സ്ഥനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതീ മുഖം അതൃപ്തമുത്സൃജ്യ ജവേന സായയാവുത്സ്യമാനേ പയസി ത്വധിശ്രുതേ. മടിയിലവിടെ കിടത്തി മാരടത്തിലേക്ക് ചേർത്ത് സ്നേഹസ്നുതം സസ്മിതമീക്ഷതീ മുഖം. പാലങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ യശോദയ്ക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ പാല് കുടിക്കണ സമയത്ത് ആ താമരക്കണ്ണുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂത്രേ. പാല് കുടിക്കണ അതേ സമയം കണ്ണുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കണ സമയത്ത് യശോദയ്ക്ക് വലിയൊരു ആഗ്രഹം, വലിയൊരു കൗതുകം. യശോദയും നോക്കിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കണതിനിടയിൽ ചിലപ്പോൾ പാലുകുടി ഒന്ന് നിർത്തിയിട്ട് മുഖം മാറ്റി അമ്മയെ നോക്കി ഒരു ചിരിയുണ്ടത്രേ. ആ ഒരു ചിരി കാണാൻ വേണ്ടി യശോദയും സസ്മിതമീക്ഷതീ മുഖം, ആ ഒരു പുഞ്ചിരി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഭക്തന്മാർ ഒഴുകി ഒഴുകി എത്തുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ ഗുരുവായൂരെന്ന്? പഞ്ചസാര കിട്ടാനോ, പഴം കിട്ടാനോ, വെണ്ണ കിട്ടാനോ, പാൽപ്പായസം കിട്ടാനോ? അതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ റെസീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും
11 മണിക്ക് ശേഷമേ കിട്ടുള്ളൂ. എന്നാൽ പിന്നെ വേണ്ട, അവിടെ ഏതെങ്കിലും സാധുക്കൾക്കുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പെട്ടിയിലിട്ടിട്ട് പോവും. അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും ഭക്തന്മാരെ കാണാൻ കിട്ടാൻ വേണ്ടി കൊതിക്കുന്നത് ഭഗവാന്റെ സസ്മിതം, ആ ഒരു പുഞ്ചിരിയാണ്. അങ്ങനെയുള്ള ആ പുഞ്ചിരി കാണാൻ കൊതിച്ച് യശോദ എങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ നിന്ന് പാല് തിളച്ചു മറിയുന്ന ശബ്ദം കേട്ടത്. അതോടുകൂടി വേവലാതിയായി. പാല് കുടിച്ച് മതിയായിട്ടില്ല ഭഗവാന്. പതുക്കെ അർത്ഥപീതകുചകുട്മളാന്തരേ, അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിച്ച് ആ താമരക്കണ്ണുകൾ പതുക്കെ വീണ്ടും അടയണുണ്ട്. ഉറക്കം മുഴുവനായിട്ടില്ല. പാട്ട് കേട്ടിട്ട് എണീറ്റതാ. കുറച്ചുറക്കം ബാലൻസ് ബാക്കിയുണ്ട്. അതിപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് താമരക്കണ്ണങ്ങനെ അടച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് എടുത്തവിടെ താഴത്തിട്ടിട്ട് ഒരോട്ടം യശോദ. സഹിച്ചില്ല. സഞ്ജാതകോപസ്ഫുരിതാരുണാധരം ചില്ലിവല്ലികൾ കുലച്ചു മാധവൻ പല്ലിറുമ്മി. എന്നേക്കാൾ അമ്മയ്ക്ക് സ്നേഹം വേറെ എന്തെങ്കിലും ഒരു സാധനത്തോടാണോ? അത് പറ്റില്ല. എന്നെ സ്നേഹിക്കാൻ, എന്നെ ആശ്രയിക്കാൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും വിലപ്പെട്ടത് ഞാനാവണം. എന്നേക്കാൾ വില വേറൊന്നിനും തോന്നരുത്. അതിനിപ്പോൾ എന്താ വഴി? ചുറ്റുമായിട്ട് നോക്കുമ്പോൾ വലിയൊരു അമ്മിക്കല്ല് എങ്ങനെയൊക്കെയോ കൂടി അത് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് ഭിത്വ ആ തൈരും കുടത്തിൻ്റെ മുകളിൽ ഇട്ടെറിഞ്ഞു. തൈരും കുടം പൊട്ടിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തൈര് ആ മുറി മുഴുവൻ അങ്ങനെ പരക്കാൻ തുടങ്ങി. ഒരാവേശത്തിന് ചെയ്തതാ. ഇത് പൊട്ടി അങ്ങ് പരക്കാൻ തുടങ്ങിയപ്പോൾ വേവലാതിയായി. രാവിലെ തന്നെ വലിയൊരു കുരുത്തക്കേടാണ് താൻ ചെയ്തത്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? അമ്മ എന്തായാലും ഒരു വരവുണ്ടാവും, രക്ഷപ്പെടാം എന്നും വിചാരിച്ച് അവിടെ നിന്ന് ഓടാൻ വേണ്ടി ഭാവിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഓടിയ വഴിയിൽ കൃത്യമായിട്ട് ആ കാല് നല്ല അടയാളം പോലെ തൈര് വച്ചിട്ടുണ്ട്. കാലിന് പറ്റിയ തൈരൊക്കെ താൻ വന്ന വഴിയിലുണ്ട്. അപ്പോൾ മനസ്സിലായി, ഇങ്ങനെ പോയ അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവും. അപ്പോൾ വേറൊരു സൂത്രം. വീണ്ടും തിരിച്ചു വന്ന് കാല് നന്നായിട്ട് തൈരിലൊന്ന് മുക്കി വടക്ക് ഭാഗത്തേക്കൊന്ന് ഇറങ്ങി ആദ്യം തിരിച്ചു വന്നു. കാലൊന്നും കൂടി തൈരിൽ മുക്കി കിഴക്ക് ഭാഗത്തേക്ക് പോയി തിരിച്ചു വന്നു. ഒന്നമ്മ പരിഭ്രമിക്കണം താൻ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം എന്നിങ്ങനെ വിചാരിച്ചൊക്കെ നോക്കി. അപ്പോഴാണ് കണ്ടത് ഈ തൈരിലിങ്ങനെ ഒഴുകുന്നതിൽ ചില സ്ഥലത്തൊക്കെ വെണ്ണ ഉയർന്നുയർന്ന് നിൽക്കുന്നുണ്ട്. ഏതായാലും അടി കിട്ടും, എന്നാൽ പിന്നെ വെണ്ണ കഴിച്ചിട്ടാവട്ടെ എന്ന് വിചാരിച്ച് ആ തൈരിൽ തന്നെ അവിടെ പടിഞ്ഞിരുന്ന് പറ്റുന്നിടത്തോളം വെണ്ണ അവിടെ നിന്ന് കഴിച്ചു. ബാക്കി കുറച്ച് വെണ്ണയുണ്ട്. ഇനിയിപ്പോൾ വെണ്ണ കഴിക്കാൻ നിന്നാൽ സമയം ഉണ്ടാവില്ല. വേഗം കൊണ്ടുപോയി അത് ഒരു ഒരലിൻ്റെ കുഴിയിൽ അവിടെ ഇട്ട് സൂക്ഷിച്ചു. കഴിഞ്ഞ് കാത്തു നിൽക്കുകയാണ്. എന്തിന്? ഇപ്പുണ്ട് യശോദയുടെ ഒരു വരവ്. യശോദ ഓടിപ്പോയി അടുക്കളയിൽ പോകുമ്പോഴേക്കും അവിടെ പാലൊക്കെ തിളച്ചു മറിയൽ കഴിഞ്ഞിട്ടുണ്ട്. പാത്രം മാത്രമേ ബാക്കിയുള്ളൂ. ആ പാത്രം ഇവിടെ വാങ്ങി വെച്ചു. എന്നാൽ പിന്നെ ബാക്കി തൈര് കടയാന്ന് വെച്ചു വരുമ്പോഴേക്കും കണ്ട കാഴ്ച ഇതാണ്. സഹിച്ചില്ല യശോദയ്ക്ക്. കാരണം ഗോപികമാർ മുഴുവൻ തൻ്റെ മുൻപിൽ വന്ന് പരാതി പറയുമ്പോൾ അപ്പോൾ ഇവനെ ന്യായീകരിച്ചു. ഞാൻ സാരില്ല, കുട്ടിയല്ലേ, അവൻ ചെറുതല്ലേ, അങ്ങനെ ചെയ്യണതല്ലേ ഇങ്ങനെ ചെയ്യണതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഇവനെ വഷളാക്കിയത്. ഏതായാലും ഇത്ര കുസൃതി ഇവനുണ്ടെന്ന് വെച്ചാൽ ഇതങ്ങനെ വിട്ടുകൊടുത്തൂടാ. ഇന്ന് ഇവനെ ശിക്ഷിക്കണമെന്നുറപ്പിച്ച് യശോദ കയ്യിലൊരു വടിയെടുത്തിട്ട് ഓടി വരുന്നതായ രംഗം. യശോദ നോക്കി, എവിടെയാണുള്ളത്, എവിടെയെങ്കിലും കാണണമല്ലോ എന്നും വിചാരിച്ച് യശോദ അന്വേഷിച്ചങ്ങനെ വരുമ്പോഴാണ് രണ്ട് കാല്, ഒരു കാല് യശോദയുടെ അടുത്തേക്ക്, ഒരു കാല് പടിയുടെ പുറത്തേക്ക് ഇങ്ങനെ വച്ചിട്ട് നിൽക്കുക. ആദ്യം വിചാരിച്ചു യശോദയുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് പോവുക. അമ്മയെന്നും വിളിച്ച് ചിരിച്ചു കൊണ്ടുപോയി അമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ചാൽ ചിലപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. പക്ഷെ വരവ് കണ്ടപ്പോൾ തോന്നി ചിരിച്ചാലൊന്നും ശരിയാവില്ല ഇത്.
ഗോപികമാരുടെ അടുത്തേക്ക് ഓടിയാലോ? അവരല്ലെങ്കിലേ തന്നെ തല്ല് കൊള്ളാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്ക് പോയാൽ അവരും കൂടി ചേർത്ത് തന്നെ തല്ലും. ഇങ്ങനെ സംശയിച്ചു ഒടുവിൽ ഓടി വന്ന് യശോദ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഇറങ്ങി ഓടി. മുൻപിലായിട്ട് ഇവൻ ഓടുന്നു, പിറകിൽ ഈ തടിച്ചിയായ യശോദയും. രാവിലെ അമ്പാടിയിൽ ഒരു 6:45 മണി സമയത്ത് ഗോപികമാർ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഓട്ട മത്സരം. യശോദയ്ക്കുണ്ടോ ഇതിനെ പിടിച്ചാൽ കിട്ടുന്നു. യശോദ ഇവൻ്റെ പിറകെ വടിയെടുത്ത് ഓടുന്നത് കണ്ടപ്പോൾ ഗോപികമാർക്കൊക്കെ സന്തോഷമായി. ഞങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമായില്ലല്ലോ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ മകൻ്റെ കുസൃതി എന്നും പറഞ്ഞ് ഈ ഗോപികമാർ യശോദയുടെ പിറകെ ഓടിക്കൊണ്ട് ചോദിക്കാൻ തുടങ്ങി. യശോദ എന്താ ഉണ്ടായത്, ഞങ്ങളോട് കാര്യം പറയൂ. യശോദയ്ക്ക് ഇപ്പോൾ വല്ലാത്ത വിഷമം. കാരണം ഇവരോട് കാര്യം പറയാൻ നിന്നാൽ ഇവനെ കിട്ടില്ല, ഇവനെ പിടിക്കാൻ പോകാമെന്ന് വെച്ചാൽ ഇവർ സമ്മതിക്കുന്നുമില്ല, തടിയും കൊണ്ട് ഓടാനും പറ്റണില്ല, ഇവൻ ഏറ്റവും മുമ്പിൽ. യശോദ ഓടുന്നതിനിടയിൽ ഇവരോട് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഞാൻ പാല് കാച്ചണ സമയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ഇവരൊക്കെ അത് കേട്ടുകൊണ്ട് യശോദയോടൊപ്പം ഇവർ ഓടുന്നുണ്ട്. ഒരു കൂട്ട ഓട്ടം രാവിലെ അമ്പാടിയിൽ. നോക്കുമ്പോൾ ഈ മുൻപിൽ ഓടുന്ന കൃഷ്ണനോട് ഏതോ ഒരു ഗോപൻ ചോദിച്ചു, ഇന്ന് രാവിലെ തന്നെ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു. ഏയ്, ഞാൻ കുരുത്തക്കേട് കളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ അമ്മ നിന്നെ ഇട്ട് ഓടിക്കുന്നത്? അമ്മ എന്നെ ഇട്ട് ഓടിക്കൊന്നുമല്ല ചെയ്യണത്. പിന്നെയോ ഞാൻ അമ്മയെ ഇട്ട് ഓടിക്കുക. എന്തിന്? അത് ഈയിടെ ആയിട്ട് അമ്മയ്ക്ക് തടി കുറച്ച് കൂടുന്നില്ലേ, അപ്പം തടി കുറയ്ക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, രാവിലെ ഓടിയാൽ തടി കുറയല്ലോ. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് രാവിലെ ഓടാനിറങ്ങിയതാ. നീയും അമ്മയും കൂടിയിട്ട് ഓടാനിറങ്ങിയെങ്കിൽ നീ അമ്മയുടെ ഒപ്പമല്ലേ ഓടേണ്ടത്, നീ എന്തിനാ മുമ്പിൽ ഓടുന്നത്? അപ്പം പറഞ്ഞത്, ഞാൻ ഇത്രയും സമയം അമ്മയുടെ ഒപ്പം ഓടിയതാ, ഇപ്പം അമ്മയുടെ ഒപ്പം വേറെ കുറേ തടിച്ചുകൾ ഓടാൻ കൂടിയപ്പോൾ ഞാൻ പെണ്ണുങ്ങൾ ഓടുമ്പോൾ ഞാൻ എന്തിനാ അവരുടെ ഇടയിൽ, ഞാൻ മുമ്പിൽ ഓടി, ഇത്രയേ ഉള്ളൂ. ഒടുക്കം ഓടി വന്ന് പിടിച്ച് കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ഭാവിച്ചപ്പോൾ പറഞ്ഞു, തൂണിന് കെട്ടണ്ട, പിന്നെ ഒരലിന് കെട്ടിയാൽ മതി. അതെന്തിനാ ഒരലിന്? അല്ല, ഒരലിന് കെട്ടിയാൽ മതി. ആയിക്കോട്ടെ. കൊണ്ടുപോയി ആ ഒരലിന് കെട്ടാൻ വേണ്ടി ഭാവിച്ചു. കയറ് കൊണ്ടുവന്നു. 1 2 3 4 5 6 7 8 9 10 ചുറ്റങ്ങ് ചുറ്റി കെട്ടാൻ വേണ്ടി ഭാവിച്ചപ്പോൾ ദ്യങ്കുലം നൂനം, 2 അങ്കുലം കുറവ്. ഒരു ചുറ്റഴിച്ചപ്പോൾ 2 അങ്കുലം കുറവ്. പിന്നെ ഒരു 2-3 ചുറ്റുകൂടി അഴിച്ചു, 2 അങ്കുലം കുറവ്. പിന്നെ ഇവിടെ നിന്ന് ഒരു 4-5 ചുറ്റങ്ങ് അഴിച്ചു. ഇപ്പോൾ കെട്ടാൻ പറ്റി. അപ്പോഴേക്ക് ആളിറങ്ങി ഓടലും കഴിഞ്ഞു. പിന്നെ ആദ്യം പിടിച്ചു കൊണ്ടുവന്നു. കെട്ടാൻ വേണ്ടി വീണ്ടും നോക്കി, പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഗോപികമാരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാണ്ട് കുറച്ച് കയറ് കൊണ്ടുവരൂ. അവർ പോയി അവരുടെ വീട്ടിലുള്ള കയറൊക്കെ കൊണ്ടുവരുന്ന കയറ് എത്ര ചുറ്റിയാലും 2 അങ്കുലം കുറവ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആ കയറ് കിട്ടുക, പശുക്കളുടെ കയറയക്കുക, കിണറിൽ വെള്ളം എടുക്കണ കയറുണ്ട് അതഴിക്കുക, സകല കയറുകളും കൊണ്ടുവന്നിട്ടും 2 അങ്കുലം കുറവ്. ഇവിടെ യോഗീശ്വരന്മാർ ന ചാന്തർന്ന ബഹിർയസ്യ ന പൂർവം നാപി ചാപരം പൂർവാപരം ബഹിശ്ചാന്തർജഗതോ യോ ജഗക്ഷയ തം മത്വാ ആത്മജമവ്യക്തം മർത്യലിംഗമധോക്ഷജം ഗോപികാ ഉലൂകലേ ദാമ്ന ബബന്ധപ്രാകൃതം യഥാ. യോഗീശ്വരന്മാർ അവരിപ്പോൾ സമാധിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. കൃഷ്ണാവതാരം തുടങ്ങിയതോടെ അവർ മറ്റുള്ളതായ തപസ്സും യോഗപദ്ധതികളും ഒക്കെ വിട്ട് കണ്ണടച്ച് കൃഷ്ണലീലകൾ ഹൃദയത്തിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യശോദ കൃഷ്ണനെ ഒന്ന് പിടിച്ചു കെട്ടാൻ, ഒരലിൽ പിടിച്ചു കെട്ടാൻ വേണ്ടി മെനക്കെടുന്നത് കണ്ടപ്പോൾ ആ യോഗീശ്വരന്മാരൊക്കെ ഉള്ളിലൊന്ന് ചിരിച്ചു. നാം യശോദയെ അങ്ങനെയൊന്നും കിട്ടണ സാധനമല്ല ഇത്. ഞങ്ങൾ എത്രയോ കാലം പല വിധത്തിലുള്ള യോഗ പദ്ധതികളെ കൊണ്ട് ഹൃദയത്തിലൊന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് കാണാൻ പറ്റണില്ല. അപ്പോഴാണോ നിനക്ക് കെട്ടാൻ പറ്റുന്നത്? അതേസമയം ഗോപികമാരും യശോദയുടെ ഈ പരിഭ്രമമൊക്കെ കണ്ട് പൊട്ടി ചിരിക്കാൻ തുടങ്ങി.
എല്ലാവരും കൂടി അങ്ങ് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ യശോദയുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയെന്ന. എന്താ യശോദയുടെ മുഖത്തുള്ള ഭാവം? ഇത്ര സമയം യശോദയ്ക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചാൽ ഇവനെ കെട്ടാൻ വലിയ പണിയൊന്നുമില്ല, എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല ഇവനെ കെട്ടാൻ. ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ രണ്ട് ഭാവം, ഞാൻ എൻ്റേത്. ഇത് യശോദയിൽ നിന്ന് ക്രമേണ അങ്ങ് ഇല്ലാണ്ടായി. ഞാൻ വിചാരിച്ചാൽ ഇവനെ കെട്ടാൻ പറ്റില്ലേ, എൻ്റെ കഴിവ് കൊണ്ട് ഇവനെ കെട്ടൽ നടക്കില്ല എന്ന് യശോദയ്ക്ക് തോന്നി. സകലരും തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുമ്പോൾ യശോദയുടെ കണ്ണുകളൊന്നു നിറഞ്ഞു. സ്വമാതു സ്വിന്നഗാത്രായ. യശോദ തളർന്നു, വേർത്തു, തല താഴ്ത്തി. ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ഒഴുകണ കാഴ്ച കണ്ടതും കൃപയാസിൽ സ്വബന്ധനേ, ഭഗവാന്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി, പാവം അമ്മ കെട്ടിക്കോട്ടെ. എപ്പോഴാണോ ഭഗവാന് യശോദയോട് അങ്ങനൊരു കൃപയുണ്ടായത്, ഇപ്പോൾ നേരത്തെ കൊണ്ടുവന്ന കയറൊക്കെ അപ്പുറത്ത് ബാക്കിയാണ്. ആദ്യം കൊണ്ടുവന്ന കയറിൻ്റെ ചെറിയൊരു ഭാഗം കൊണ്ട് അവിടെ കെട്ടാൻ പറ്റിയെന്ന. അപ്പം എന്താ വെച്ചാൽ ഭഗവാന്റെ കൃപയുടെ മഹാത്മ്യം അല്ലേ. ഭാഗവതത്തിൽ എത്രയോ സ്ഥലത്ത് ഇതുപോലെ നമുക്ക് കാണാം. കൃപയാസിൽ ഭക്തന്മാർക്ക് എവിടെയെങ്കിലും ഭഗവാൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഭക്തന്മാരുടെ ഉപാസനകൾ, ഭക്തന്മാരുടെ നാമജപം, അതിനൊക്കെ അപ്പുറത്തൊന്ന് ഭഗവാന്റെ കൃപ അല്ലേ. നാമം ജപിച്ചോ, നാമം ജപിച്ചു. ഭാഗവതം കേട്ടോ, ഞാൻ കുറേ കാലമായി ഭാഗവതം കേൾക്കാൻ തുടങ്ങിയിട്ട്. ഭാഗവതം വായിച്ചോ, ഞാൻ ഭാഗവതം വായനക്കാരനാണ്. അമ്പലത്തിൽ പോയോ, എപ്പോഴും പോവാറുണ്ട്. പ്രദക്ഷിണം വെച്ചോ, പ്രദക്ഷിണം വെച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യണം, എന്നിട്ട് കിട്ടുമോ അറിയില്ല. രാമകൃഷ്ണ പരമഹംസർ പറയും, ഭക്തി എന്നുള്ളത് ആർക്ക്, എപ്പോൾ, എവിടെ, എങ്ങനെ ഭഗവാൻ കൊടുക്കുമെന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തീരെ ഭക്തിയില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും പരമഭക്തന്മാർ. രഘുഗണൻ എന്നുള്ള രാജാവ് ഒരു പൊട്ടനായിട്ട് നടക്കുന്ന ഒരാളെ പിടിച്ച് തൻ്റെ പല്ലക്ക് ചുമക്കാൻ ഏൽപ്പിച്ച് അവസാനം നമസ്കരിച്ചില്ലേ, നമോ മഹദ്ഭ്യോസ്തു, ഞാൻ അറിഞ്ഞില്ല ഇദ്ദേഹം പരമഭക്തനാണ് എന്ന്. കാരണം ഭക്തി എന്നുള്ളത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഒരു മിഠായി കൊടുത്ത് ഇവിടെ ആർക്കെങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആർക്കാ കൊടുക്കുക അറിയില്ല നമുക്ക്. ചിലപ്പോൾ നമ്മൾ തീരെ വിചാരിക്കാത്ത ആരുടെങ്കിലും കയ്യിൽ പോയിട്ട് കൊടുത്തു എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉപാസനകളെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ ഭഗവാനെ കിട്ടാൻ അതിനപ്പുറത്ത് ഭഗവാന്റെ കൃപ, കാരുണ്യം, ആ ഒരു കൃപ യശോദയ്ക്കുണ്ടായി. അതോടെ യശോദയ്ക്ക് സുഖമായിട്ട് നേമം വിരിഞ്ചോ നഭവോ ന ശ്രീരപ്യംഗ സംശ്രയ പ്രസാദം ലേഭിരേഗോപി എത്തൽ പ്രാപ വിമുക്തിതാൽ. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും, എന്തിന് മഹാലക്ഷ്മിക്ക് പോലും ഇങ്ങനെ ഭഗവാനെ ഒന്ന് സ്വന്തമായിട്ട് പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല എന്നാ. അങ്ങനെയുള്ളതായ ആ ഭഗവാനെ ഉരലിലവിടെ പിടിച്ചു കെട്ടി യശോദ ഗൃഹകൃത്യങ്ങളിലേക്ക് മുഴുകി. ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഇടയ്ക്ക് യശോദ വന്ന് നോക്കുന്നുണ്ട്, ഇവൻ എന്താ ചെയ്യണുണ്ടെന്ന് അറിയണ്ടേ. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഉലൂഖലാംഘ്രേരു പരിവ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിചിസ്ഥിതം ഹയ്യങ്കവം ചൗര്യവിശങ്കിതേക്ഷണം. വരാന്തയുടെ ഒരു മൂലയ്ക്കെന്ന് യശോദ നോക്കുമ്പോൾ ആ വരാന്തയുടെ അങ്ങേ അറ്റത്ത് താൻ കെട്ടിയ, യശോദ അങ്ങനെ മുറുക്കി കെട്ടിയിട്ടൊന്നുമില്ല, അഥവാ അഴിച്ചു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള തരത്തിൽ കുറച്ച് വിട്ടിട്ടാണ് കെട്ടിയത്. ആ ഉരലിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു. എന്നിട്ടോ രണ്ടു ഭാഗത്തേക്ക് നോക്കി ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത വെണ്ണ പതുക്കെ പുറത്തേക്ക് എടുത്തു. കൃഷ്ണൻ കയ്യിൽ വെണ്ണ എടുക്കുന്നത് കാണുമ്പോഴേക്കും കൂട്ടുകാരൊക്കെ ഓടി വന്നു. ആരാ കൂട്ടുകാർ? അല്ല, ചാടി വന്നു. ആരാ കൂട്ടുകാർ? കുരങ്ങന്മാർ. അവരൊക്കെ വന്ന് കൃഷ്ണൻ്റെ ചുറ്റും കൂടിയപ്പോൾ അവർക്കൊക്കെ വെണ്ണ കൊടുക്കുന്നുണ്ട്. ഒപ്പം ആരെങ്കിലും പിടിക്കാൻ വരണുണ്ടോ, അമ്മ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്.
അങ്ങനെയുള്ളതായ ആ കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് യശോദ ഇങ്ങനെ പോയി നോക്കി. അപ്പോഴാണ് കൂട്ടുകാരൊക്കെ വന്നത്. കൂട്ടുകാർ വന്ന് ചോദിച്ചു, കൃഷ്ണ, ഇന്ന് രാവിലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടിയല്ലോ, എന്ത് കുരുത്തക്കേടാണ് നീ കളിച്ചത്? ഞാൻ കുരുത്തക്കേട് കളിച്ചിട്ടൊന്നുമല്ല. പിന്നെന്തിനാ ഒരല് പിടിച്ച് കെട്ടിയത്? അത് നമ്മൾ എത്ര കാലമായി ഒരേ കളി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മ ഇന്ന് പറഞ്ഞു പുതിയൊരു കളി കളിക്കാൻ. എന്ത് കളി? ആനയായിട്ട്. ചെറിയ പ്രായത്തിൽ അമ്മ കളിച്ചതാ. അമ്മയുടെ അച്ഛൻ ഇതേപോലെ അമ്മയെ ഒരല് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അത്രേ. എന്തിന്? ആന കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറഞ്ഞു തന്ന കളി കളിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരല് പിടിച്ച് കെട്ടിയതാണ്. ഞാനാണ് ആന. തടി വലിക്കുന്ന ആനയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ ആനയാണ്, നിങ്ങളൊക്കെ പാപ്പാന്മാർ. ശരി, കുട്ടികൾക്കൊക്കെ ഉഷാറായി. അവർ പോയി വടിയൊക്കെ കൊണ്ടുവന്നു, തോട്ടിയായിട്ടൊക്കെ പിടിച്ചു. പാപ്പാന്മാരിടത്തും വലത്തുമൊക്കെ നിന്നു. ഭഗവാൻ പതുക്കെ മുട്ടുകുത്തി എങ്ങനെ പോകാൻ തുടങ്ങി. ഇടയ്ക്ക് തുമ്പിക്കൈ പോലെ കൈ ഉയർത്തുന്നുണ്ട്, ചിഹ്നം വിളിക്കുന്നുണ്ട്. പാപ്പാന്മാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഉത്സാഹമായി. ഇതെന്താ പാപ്പാന്മാരൊന്നും മിണ്ടാത്തത്? ഇടത്താനെ എന്തെങ്കിലുമൊക്കെ പറയൂ. അപ്പോൾ അവരാണ് ഇടത്താനെ വലത്താനെ എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിനനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിയാൻ തുടങ്ങി. കുട്ടികൾക്ക് നല്ല ഉത്സാഹം കയറിയത് കണ്ടതും പെട്ടെന്ന് ഭഗവാൻ ഉറക്കെ ഒരു നിലവിളി എന്നിട്ട് പറഞ്ഞു, ആനയ്ക്ക് മദം പൊട്ടാണ്, ഓടിക്കോളൂ. കളിയല്ലേ. കുട്ടികൾ ഇറങ്ങി അങ്ങ് ഓടി. എല്ലാവരും ദൂരത്തെത്തിയെന്ന് കണ്ടതും അതിവേഗത്തിൽ ആ ഉരലും വലിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നതായ 2 മരുതുവൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി അങ്ങ് ചാടിയതും ഉരൽ വന്ന ആ വൃക്ഷത്തിൽ തട്ടി. വൃക്ഷങ്ങൾ അവിടെ കടപുഴകി വീണു എന്ന് നമുക്കിപ്പോൾ പറയാം. അതറിയണത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ആ വൃക്ഷത്തിൻ്റെ സ്ഥാനത്ത് അതിസുന്ദരന്മാരായ 2 ആൾക്കാർ, നളകൂബര മണിഗ്രീവന്മാർ, കുബേരൻ്റെ പുത്രന്മാർ, അവർ ഭഗവാന്റെ മുൻപിൽ ഇതാ വീണ് നമസ്കരിച്ചു. പുരാ നാരദശാപേന. കുബേരൻ നമുക്കറിയാം, മഹാദേവൻ്റെ പരമഭക്തൻ, അളകാപുരിയുടെ അധികാരി. പോരാ, ആരാ കുബേരൻ? സമ്പത്തിൻ്റെ ദേവതയ, സമ്പത്തിൻ്റെ അധികാരിയ കുബേരൻ. അങ്ങനെയുള്ളതായ ആ കുബേരൻ്റെ മക്കളാണ് നളകൂബര മണിഗ്രീവന്മാർ. അച്ഛനമ്മമാർ നല്ലോണം സമ്പാദിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എന്നുള്ള അഹങ്കാരം തലയിൽ കയറി സദാസമയവും മദ്യം സേവിച്ച് ദേവസുന്ദരികൾ ഇവരോടൊപ്പം വന്ന് കുളിക്കാനൊക്കെ പുറപ്പെടും. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത്രേ നാരദരെ കണ്ടത്. ഇത് കണ്ടത് ഈ സുന്ദരികളൊക്കെ പോയി വസ്ത്രം എടുത്തുടുത്തു. ഇവർക്കത് തോന്നിയില്ല. അപ്പം നാരദർക്ക് തോന്നി, തൗ ദൃഷ്ട്വാ മധുരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ. ഇവരെ ഒന്ന് ശപിക്കണം, അല്ല ഇവരെ ഒന്ന് അനുഗ്രഹിക്കണം. കാരണം ഇത്ര നല്ലൊരു ജന്മം കിട്ടിയിട്ട്, ഭഗവാനെ സേവിക്കാനുള്ളതായ അവസരവും കിട്ടിയിട്ട് അതുപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ അസത ശ്രീമദാന്തസ്യ ദാരിദ്ര്യം പരമഞ്ജനം അല്ലേ. സർവതരത്തിലും ഇത്ര നല്ലൊരു ദേഹവും ഭഗവാനെ സേവിക്കാനുള്ളതായ ഭാഗ്യവും അവസരവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ട് അത് വേണ്ടതുപോലെ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ അഹങ്കാരത്തിന് ഒരു ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്നുറപ്പിച്ച് നാരദർ മരുതുവൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ആ നളകൂബര മണിഗ്രീവന്മാരെ ശപിച്ചു. അവർ സർവവിധത്തിലും ഇതാ ഭഗവാന്റെ മുൻപിലേക്ക് ഇതാ അവതരിച്ച് ഭഗവാനെ വീണ് നമസ്കരിച്ചു. ഭഗവാനെ വീണ് നമസ്കരിച്ച ആ നളകൂബര മണിഗ്രീവന്മാർ ഭംഗിയായി ഭഗവാനെ സ്തുതിച്ചു. നമഃപരമ കല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പദയേ നമ. യാദവോത്തമനായ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ച് അവർ ഭംഗിയായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഇത്രകാലം ഞങ്ങൾ കരുതിയത് നാരദ മഹർഷി ശപിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നാരദ മഹർഷി ശപിക്കുകയല്ല ചെയ്തത്. ശാപോ അനുഗ്രഹേവച. ഭാഗവതത്തിൽ എവിടെയാ ഒരു ശാപത്തിൻ്റെ കഥയുള്ളത്? പരീക്ഷിത്തിനേറ്റ ശാപം
പരീക്ഷത്തിൻ്റെ കഥ കേട്ടാൽ, അല്ലെങ്കിൽ പരീക്ഷിത്ത് പറയുമോ എനിക്ക് ശാപേറ്റോന്ന്? ഇല്ല. സനകാദികളുടെ ശാപം, ജയവിജയന്മാർക്ക് അങ്ങനൊരു ശാപം ഏറ്റതുകൊണ്ട് ലോകത്തിന് എത്ര ഗുണം കിട്ടി. ഭഗവാന്റെ 4 അവതാര കഥകൾ ഇന്ന് നമുക്ക് പാടാൻ സാധിക്കണത് ആ സനകാദികൾ എന്ന് പറയുന്ന ഭാഗവതന്മാരൊന്ന് ശപിച്ചതുകൊണ്ട്. ഇവിടെ നാരദരുടെ ശാപം ശാപാണോ? അല്ല, അനുഗ്രഹ ഏവച. നളഗോപുരം മണിഗ്രീവന്മാർ പറഞ്ഞു, ഭഗവാനെ, ഈ അമ്പാടിയുടെ മുറ്റത്ത് കുറേ കാലമായി ഞങ്ങൾ ഈ തപസ് തുടങ്ങിയിട്ട്. ഭഗവാൻ വൃന്ദാവനത്തിൽ വെച്ച് വൃക്ഷങ്ങളെ കാണിച്ചിട്ട് ഗോപന്മാരോട് പറയുന്നുണ്ട്, ഹേ ഗോപന്മാരെ, ഈ വൃക്ഷങ്ങളെപ്പോലെ, ഈ മരങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത ജന്മങ്ങളില്ല. കാരണം എന്താ? വെയിലും മഴയൊക്കെ കൊണ്ട് തനിക്കുള്ളതായ സകല ഫലങ്ങളും ലോകത്തിന് കൊടുത്ത് തന്നെ വെട്ടാൻ വരുന്നവന് പോലും വെട്ടി വീഴുന്നത് വരെ തണൽ കൊടുക്കുന്നു വൃക്ഷങ്ങൾ എന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളും ഇതുപോലെയല്ലേ? അങ്ങനെയുള്ളതായ ഈ മരുതുവൃക്ഷങ്ങളായിട്ടുള്ള ജന്മം അത് ഈ അമ്പാടിയുടെ മുറ്റത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇത്ര കാലവും അങ്ങയുടെ ബാലലീലകൾ മുഴുവൻ ഞങ്ങളുടെ ചുറ്റുമായിട്ട് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതായ ആ ബാലലീലകളും അങ്ങയുടെ അനുഗ്രഹവുമാണ് ഈ നിമിഷം വരെ ഞങ്ങളിത് ഈ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് പഴയ ദേഹമൊക്കെ തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ പോകേണ്ടത് അളകാപുരിയിലേക്ക് തന്നെയാണ്. അവിടെ എത്തി വീണ്ടും സമ്പത്തും ഐശ്വര്യവും അധികാരവും സൗന്ദര്യവും ഒക്കെ തിരിച്ചു വരുമ്പോൾ ഇതുപോലൊരു അഹങ്കാരം ഞങ്ങളുടെ തലയിൽ കയറിയാലോ? ഇനി ചിലപ്പോൾ നാരദർ ഇതുപോലെ ശപിക്കണം എന്നില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ഇത്രകാലം ഞങ്ങൾ ഈ അമ്പാടിയുടെ മുറ്റത്ത് നിന്ന് കണ്ട അങ്ങയുടെ കുറേ ബാലലീലകളുണ്ടല്ലോ. കാണുന്നവരോടൊക്കെ ആ കൃഷ്ണൻ്റെ ബാലലീലകൾ പറയാൻ ഞങ്ങൾക്ക് സാധിക്കണം. ഇനി കാണുന്നതൊക്കെ അങ്ങയുടെ ലീലകളായിട്ട്, അങ്ങയുടെ ഭക്തന്മാരെ കാണാൻ കണ്ണുകളെ കൊണ്ട്, കേൾക്കുന്നതൊക്കെ അങ്ങയുടെ മഹിമകളായിട്ട്, അങ്ങനെ സദാസമയവും ആവും പോലെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങയെ സേവിക്കാൻ, മറക്കാതെ അങ്ങയെ സ്മരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ആ കുബേരപുത്രന്മാർ അന്തർധാനം ചെയ്തു. സർവവിധത്തിലും താൻ ബന്ധനത്തിലാണെങ്കിലും ഭക്തന്മാരുടെ ബന്ധനം തീർക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ച ആ ദാമോദരൻ്റെ തൃപ്പാദത്തെ നമസ്കരിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്താം. തുടർന്നുള്ള പ്രഭാഷണ രംഗം ആരംഭിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മള്ളിയൂർ